Major Srikumar. ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസൊക്കെ ഇടുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ജയറാമിൻ്റെയും കാളിദാസ് ജയറാമിൻ്റെയും പുതിയ സിനിമയായ ആശകളായിരുന്നു എന്നുള്ള ഒരു മൂവി കാണാൻ ഞാൻ വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഏരിയസ് ഫ്ലക്സ് തന്നെ. അപ്പോൾ ഇവർ നമ്മളൊരു കോംബോ ഇതിന് മുമ്പേ ഇറങ്ങി ഏതാണെന്ന് ചോദിച്ചെന്നാൽ പറയാം. എനിക്ക് തോന്നുന്നു എൻ്റെ വീടും അപ്പുവിൻ്റെ എന്നുള്ള സിനിമയാണ് അവസാനമായിട്ട് ഇവർ തമ്മിലുള്ള കോംബോ ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു ഇവരുടെ ഈ ഒരു കോംബോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സെക്കൻഡ് ഡേ ആണ് കാണാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഡേ വന്ന് എൻ്റെ റിവ്യൂ ഇടാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മൂവി കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് ഇനി ഇൻ്റർവെല്ലായിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എന്ന് പറയാം. എങ്ങനെ പടം കൊള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും പറയാം. എന്തായാലും പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലാണ്. അത് ഗോകുലം ഗോപാലിനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വടക്കൻ സെൽഫിയിലൊക്കെ ഡയറക്ടറാണ് നമ്മുടെ ഇതും ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രതീക്ഷയുണ്ട്. നമുക്കിനി പടം ഇൻ്റർവെല്ലായിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. എന്ത് പറയാം, എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ അതായത് മെയിൻലി കാളിദാസ് ജയറാമിൻ്റെ കോംബോ, അതുപോലെ തന്നെ കാളിദാസ് ജയറാമിൻ്റെ അമ്മയായിട്ട് വരുന്ന ആശ ശരത്താണ്. അപ്പോൾ അവരുടെ മൂന്നുപേരും തമ്മിലുള്ള കോംബോ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ സിനിമയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ കാളിദാസ് ജയറാമിൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ കയറണം, ആ മുഖത്തിലാണ് ഫസ്റ്റ് ഹാഫ് വരെ പോയിട്ടുള്ളത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു സംഭവം സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. അതൊരു നല്ലൊരു വേറെ ഇമോഷണലൊന്നുമല്ല. ഫസ്റ്റ് ഒരു വേറൊരു അത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുക. കൂടുതൽ പ്ലോട്ട് പറഞ്ഞാൽ അതിനങ്ങ് രസം പോകും. അതുകൊണ്ട് മാക്സിമം തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുക. ഒരു ഫീൽ ഗുഡ് മൂവി. ഫസ്റ്റ് ഹാഫ് ഒരു കണ്ടപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെയിൻലി ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഫസ്റ്റ് ഹാഫിൽ ഒരു മേജർ ശ്രീകുമാർ മറ്റേ സലാം കാശ്മീരിൽ ഒരു റെഫറൻസ് കാണിക്കുന്നുണ്ട്. അതാണ് മോനെ വേറെ രസമായിട്ട് എനിക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഫസ്റ്റ് ഉണ്ടാക്കിയ അതായിരുന്നു. ഇയാൾ ആരാണെന്ന് ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ആ ഒരു സലാം കാശ്മീരിലെ റെഫറൻസിന് ഒട്ടും പ്രതീക്ഷയില്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സീനായിരുന്നു. അതെന്താ നല്ല രീതിയിൽ വർക്കൗട്ടായി. എനിക്ക് നല്ലൊരു ചിരി ഉണ്ടായിരുന്നു ആ സീൻ വന്നപ്പോൾ തിയേറ്റർ മൊത്തം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ പ്ലോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഷറഫുദ്ദീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കഥാപാത്രങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് തോന്നിയിട്ടുള്ളത്. വേറെ അനാവശ്യമായിട്ടുള്ള കുറേ ഡയലോഗുകളൊന്നുമില്ല. ഇതൊരു സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അപ്പോൾ എന്തായാലും അനാവശ്യമായിട്ട് കുറേ ഡയലോഗുകളൊന്നും കുത്തി കയറ്റിയിട്ടില്ല. ആവശ്യമുള്ള ഡയലോഗുകളൊക്കെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു ഫീൽ ഗുഡ് രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും ഒരു ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ ഈ കാളിദാസ് ജയറാമും കൂടെ പറയുന്ന സംഭാഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനും മോനും തമ്മിൽ കുറേ റിലേറ്റബിൾ ആയിട്ട് കുറേ സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. മെയിൻലി നമ്മുടെ റീൽസിൽ കാണുന്ന അതേ ഏതാണ്ടൊക്കെ രീതിയിൽ ഡയലോഗ്സ് ഒക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നുകയും ചെയ്യും, നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സലാം കാശ്മീരിൻ്റെ റെഫറൻസ് പറഞ്ഞില്ല, അത് സിനിമയ്ക്കകത്ത് അങ്ങനെ ബാധിക്കുന്ന കാര്യമില്ല. ജസ്റ്റ് 2 സെക്കൻഡ് ആ കോമഡിക്ക് കാണിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ സിനിമയ്ക്കകത്ത് സ്പോയിലറായിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് 2 സെക്കൻഡ് ആ ഒരു കാണിക്കുന്ന ഒരു കോമഡിയായിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ. അല്ല വേറെ അങ്ങനെ വലുതായിട്ടൊന്നും സിനിമയ്ക്കകത്തില്ല അതൊരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്കിനി സെക്കൻഡ് ഹാഫോടെ കണ്ടിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയുക, ഫസ്റ്റ് ഹാഫ് പോലെയല്ല, സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇമോഷണൽ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പ്ലോട്ടിൽ അത് സെക്കൻഡ് ഹാഫിൽ അതേ പ്ലോട്ടിലാണ് വരുന്നത്. അത് വേറെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഒരു പ്ലോട്ട് കുറേയൊക്കെ ഞാൻ കഥ പറഞ്ഞാൽ പിന്നെ ഫുൾ കഥ പറയേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം കഥ തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ കാണാനുള്ളതൊക്കെ ഉണ്ട്, കാരണം ഫീൽ ഗുഡ് മൂവി ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ എന്ന് പറയും. കുറേയൊക്കെ ആയപ്പോൾ നല്ല ഇമോഷണലൊക്കെ രീതിയിലായി, ആ ഇമോഷനൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സിനിമ ഇൻഡസ്ട്രി നടക്കുന്ന കുറേ കാര്യങ്ങളും ആ രീതിയിലൊക്കെ ഉള്ളതൊക്കെ സിനിമയ്ക്കകത്ത് കുറച്ച് രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ രീതിയിലൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂർ 14-15 മിനിറ്റാണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് സിനിമയുടെ. ഒട്ടും ലാഗ് അടിപ്പിച്ചില്ല. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഈ വർഷം കണ്ടതിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് കാണാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയുന്നത്.
അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജയറാമും കാളിദാസ് ജയറാമിൻ്റെയും കോംബോ അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇമോഷണലും ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ മറ്റേ കൊച്ചു സന്തോഷങ്ങളുള്ള ഒരു പാട്ട് കേൾപ്പിക്കും, നമ്മുടെ ട്രെൻഡിങ് പാട്ട് കേൾപ്പിക്കും. അത് നല്ല രീതിയിൽ ആ ഒരു പ്ലേസ്മെൻറ്റ് നല്ല രീതിയിലായിരുന്നു. ആ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു സോങ്ങിൻ്റെ പ്ലേസ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ആ ഒരു സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇമോഷണൽ ഒക്കെ ഫീലിംഗ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ എനിക്ക് ആ ഒരു ഒറ്റ സീനാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ. മൊത്തത്തിൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടി എടുത്ത് പറയാനായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും ആ ഒരു കുറച്ചൊരു 2-3 മിനിറ്റ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ നമ്മുടെ അത് ആ ഒരു പ്ലേസ്മെൻറ്റിലാണ് ഈ സോങ് വെച്ചിട്ടുള്ളത്. അത് നല്ല വേറെ ലെവൽ സാധനം വരുന്നത്. നമ്മൾ കേട്ടുമെടുത്ത പാട്ട് തന്നെ, എന്നാലും ഈ പുതിയ സിനിമയിൽ പുതിയ രീതിയിൽ വന്നപ്പോൾ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും, നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു ഒരു സീൻ വരുമ്പോൾ, ആ ഒരു പാട്ടും കൂടെ വരുമ്പോൾ. മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. സിനിമയ്ക്കുള്ളിൽ സിനിമയും കൂടെ ആയതുകൊണ്ട് ഒരു പുതിയ രീതിയിൽ ആ സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോൾ പടത്തിൽ ഞാൻ ഒരു റേറ്റിംഗ് കൊടുക്കാന്ന് പറഞ്ഞാൽ 10 ഒരു 8.9 കൊടുക്കാനുള്ള വകുപ്പ് എല്ലാ സിനിമയ്ക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും ബോറടിപ്പിച്ചിട്ടുമില്ല, എന്നാൽ നല്ല രീതിയിൽ സിനിമ പോയിട്ടുണ്ട്. നല്ല ഒട്ടും ലാഗില്ല. 2.25 മണിക്കൂർ നമുക്ക് നല്ല ഒരു ഫീൽ ഗുഡായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിട്ട് പോകും, സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആണെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്കെല്ലാം ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമയായിരിക്കും. എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്റർ തന്നെ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വൈബ് എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ഫീൽ എന്തായാലും നമുക്ക് സിനിമ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഗോകുലം ഗോപാലിന് ജസ്റ്റ് 2-3 മിനിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഗോകുലം ഗോപാലിനായിട്ട് തന്നെയാണ് വരുന്നത്, ഇതിനകത്ത് പ്രൊഡ്യൂസറായിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും വരുന്നത്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ക്യാമിയോ ആയിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കുക, അല്ലാതെ വേറെ വിചാരിക്കുന്ന ക്യാമിയോ ഒന്നും ഇതിനകത്തില്ല. പടമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ട ഇതാണ്, നമ്മുടെ വിജയുടെ ജനനായകൻ്റെ പോസ്റ്റർ ഇപ്പോഴും അവിടുത്തെ വിജയ് ഫാൻസുകാർ മാറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും പടത്തിനെ പറ്റി അറിയില്ല, കാരണം റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത കാര്യം അറിയില്ല. എന്തായാലും അത് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് റിലീസ് മാറ്റി വെച്ചു, അപ്പോൾ ആ സിനിമയ്ക്ക് എന്തോ ഒരു കാര്യമുണ്ട്. എന്തായാലും ഈ പടത്തിന് റിലീസ് ഡേറ്റ് വരട്ടെ, എന്നിറങ്ങിയാലും ഞാൻ ഫസ്റ്റ് ഡേനെ വന്ന് കണ്ടിരിക്കും. അതിൻ്റെ റിവ്യൂ എന്തായാലും എടുത്തിടാം. എനിക്ക് ചില റൂമേഴ്സൊക്കെ പറയുന്നത് ഫെബ്രുവരി 20 ഇറങ്ങുമെന്ന് പറയുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും എന്നിറങ്ങിയാലും ഞാൻ പടം ഫസ്റ്റ് ഡേനെ വന്നിരുന്ന് കാണും. ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഫസ്റ്റ് ഡേനെ മാക്സിമം കാണാൻ നോക്കും. ടിക്കറ്റ് ഇട്ടില്ലെങ്കിൽ വല്ലോ സെക്കൻഡ് ഡേ എല്ലാം പോയി കാണും. എന്തായാലും ഫസ്റ്റ് ഡേനെ മാക്സിമം ടിക്കറ്റ് കിട്ടാൻ നോക്കും. വിജയുടെ സിനിമയിൽ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടുമെന്ന് തന്നെ എനിക്ക് ഒട്ടും ഉറപ്പില്ല. അതുകൊണ്ട് കിട്ടിയ എന്തായാലും ഞാൻ ഫസ്റ്റ് ഡേനെ പോയി കണ്ടിരിക്കും. എന്നിട്ട് അതിൻ്റെ റിവ്യൂ എന്തായാലും എടുത്തിടാം. അതുപോലെ തന്നെ നമ്മുടെ മാർച്ച് മാസം ഫുൾ സിനിമകളാണല്ലോ. അതായത് നമ്മുടെ യഷിൻ്റെ ടോക്സിക്, നമ്മുടെ രൺവീർ സിംഗിൻ്റെ ദുരന്തർ, അതുപോലെ തന്നെ ജയസൂര്യയുടെ ആട് 3, അതുപോലെ തന്നെ ഏപ്രിൽ മാസമാണെങ്കിൽ വേറെ 2 ക്ലാഷ്, വാഴ 2, അതുപോലെ തന്നെ ദൃശ്യം 3. അപ്പോൾ ഇനി ഇത്രയും സിനിമസൊന്നും ഞാൻ കാണത്തില്ല. പക്ഷെ എന്തായാലും കാണണമെങ്കിൽ ഞാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം 3, ആട് 3, ദുരന്തറുമാണ് എനിക്ക് കാണാൻ താല്പര്യമുള്ളത്. ബാക്കി 2 സിനിമ കാണണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ എന്തായാലും എടുത്തിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി അടുത്ത സിനിമയുടെ റിവ്യൂസ് ഒക്കെ ഇടാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.